അർജുൻ എന്ന പേര് മലയാളികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല. അർജുനായി കാത്തിരുന്ന നാളുകൾ, മലയാളികൾ ഒരുപോലെ അർജുന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കഴിഞ്ഞ നാളുകൾ. ഇതൊന്നും ഒരു മലയാളിക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവലിപ്പുഴയുടെ മടിത്തട്ടിലേക്ക് അർജുൻ ചെന്നെത്തിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനാണ് ശിരൂരിൽ അന്ന് പൊലിഞ്ഞത്. 2024 ജൂലൈ 16-ാം തീയതിയായിരുന്നു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മഹാദുരന്തമുണ്ടായത്. കർണാടക ശിരൂരിലെ ദേശീയപാത 66-ൽ ജൂലൈ 16-ാം തീയതി രാവിലെ 8:15-ഓടെയാണ് ദുരന്തമുണ്ടായത്. ഗംഗാവലിപ്പുഴയ്ക്ക് സമീപം ദേശീയപാതയിൽ തന്റെ ലോറിക്കുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന അർജുൻ ഇരച്ചെത്തിയ മണ്ണിനോടൊപ്പം അപ്രത്യക്ഷമായി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. മലയാളി ഡ്രൈവറായ അർജുൻ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായി പിന്നാലെ വാർത്ത പരക്കാൻ തുടങ്ങി. പിന്നീട് അർജുനായുള്ള തിരച്ചിലിന്റെ നാളുകളായിരുന്നു. ജൂലൈ 20-ാം തീയതി പുഴയിൽ സോണാർ റഡാർ പരിശോധനകൾ നടത്തി. ജൂലൈ 25-ാം തീയതി തിരച്ചിലിന് മലയാളി മേജർ ജനറൽ എം ഇന്ദ്രബാലനും സംഘവും സ്ഥലത്തെത്തി. ജൂലൈ 27-ന് സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിലിനെത്തുന്നു. ജൂലൈ 28-ന് ദൗത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൗത്യം തുടരുമെന്നറിയിക്കുന്നു. പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ജാക്കിയും മറ്റു ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായില്ല. തിരച്ചിലിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത് ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 14-ന് നാവികസേന ലോറിയിലുണ്ടായിരുന്ന വടം കണ്ടെത്തി. തിരച്ചിലിന്റെ 3ാം ഘട്ടം സെപ്റ്റംബർ 20-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 21-ാം തീയതി മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയർ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തി. സെപ്റ്റംബർ 22-ന് അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മാൽപ്പെ തിരച്ചിൽ നിർത്തി. സെപ്റ്റംബർ 23-ാം തീയതിയോടെ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ 25-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തി. 72 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും ട്രക്കും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെടുത്തത്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ അർജുൻ തിരികെ വരുമെന്ന പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. അപ്പോഴും അർജുന്റെ മൃതദേഹമെങ്കിലും തിരികെ വേണമെന്ന കുടുംബത്തിന്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തിരുന്നു. ഒരു മനുഷ്യനായി ആ നാട്ടിൽ സമാനതകളില്ലാത്ത തിരച്ചിൽ നടത്തി. ഒടുവിൽ മലയാളികൾ വിജയിച്ചു. എല്ലാ പരിശ്രമങ്ങൾക്കും ഒടുവിൽ അർജുന്റെ അവസാന ശേഷിപ്പുകൾ കണ്ടെത്തി. ഗംഗാവലിപ്പുഴയിൽ നിന്നും കണ്ടെടുത്ത അർജുന്റെ ലോറിക്കുള്ളിൽ നിന്നും മകനായി കരുതിയിരുന്ന കളിപ്പാട്ട വണ്ടി ഉൾപ്പെടെ തിരിച്ചു കിട്ടിയിരുന്നു. അതൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ വിങ്ങലായ ഓർമ്മകളാണ്. മലയാളികളുടെ മനസ്സിൽ നിന്നും അർജുൻ ഒരിക്കലും മാഞ്ഞു പോകില്ല. ശിരൂർ ഒരു വലിയ പാഠമായിരുന്നു. ആ പാഠത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടോടെ പ്രാർത്ഥനകളോടെ ഒരു മനുഷ്യനായി കാത്തിരുന്ന ദിവസങ്ങളുണ്ട്.